എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഇന്ന് ഇവിടെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേ ആദ്യമായിട്ട് എനിക്ക് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരോടും ഒരുപാട് നന്ദി പറയാനുണ്ട് കേട്ടോ. കാരണം വേറൊന്നുമല്ല, ഞങ്ങൾ ഡെയിലി ടൈം ടേബിൾ ഇട്ട് ഗ്രൂപ്പിൽ പഠനം തുടങ്ങിയപ്പോൾ എൻ്റെ പഠനത്തിന് കുറച്ചും കൂടി ഒരു ഉഷാറ് കൂടിയിട്ടുണ്ട് കേട്ടോ. എന്നെ സംബന്ധിച്ച് വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ പഠിക്കുന്നതിനെക്കാട്ടിലും കൂടുതലായിട്ട് മറ്റുള്ളവരും നമ്മളുടെ കൂടെ ഒരുമിച്ച് പഠിക്കുന്നുണ്ട് എന്ന് പറയുന്നത് ഒരു സന്തോഷമാണ്. അതിനേക്കാട്ടിലുപരി നമ്മൾ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുമ്പോൾ കുറച്ച് മത്സര ബുദ്ധിയോടെ തന്നെ അതിനെ അഭിമുഖീകരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഗ്രൂപ്പിൽ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് കുട്ടികളൊക്കെ അഭിപ്രായം പറയുമ്പോഴും സംശയങ്ങൾ ചോദിക്കുമ്പോഴും എനിക്കത് ഒരുപാട് സന്തോഷം തരുന്നുണ്ട്. കാരണം എനിക്കും കൂടി പഠിക്കാൻ അതൊരു പ്രചോദനമാണ് കേട്ടോ. പിന്നെ ഒരു ചിന്ത വരുന്നത്, അവരൊക്കെ പഠിക്കുന്നുണ്ടല്ലോ, ഞാൻ പഠിക്കുന്നില്ല എന്നൊരു ചിന്ത എനിക്കിടയ്ക്ക് വരാറുണ്ട്. അതുപോലെ മറ്റുള്ളവർക്കും തോന്നും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൽ തെറ്റ് പറയാനില്ല കേട്ടോ. കാരണം നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ജീവിത സാഹചര്യത്തിൽ ജോലി എന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളൊരു ഗ്രൂപ്പിൽ പഠിക്കുമ്പോൾ അതിൽ ഒരു മത്സരബുദ്ധി നിർബന്ധമായിട്ടും എല്ലാവർക്കും വേണം കേട്ടോ. ഗ്രൂപ്പിൽ LGSന് അതാത് ദിവസം പഠിക്കാനുള്ള ടൈം ടേബിൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ അതിൻ്റെ കൂടെ LDCക്ക് എക്സ്ട്രാ ആയിട്ട് വരുന്ന ഭാഗങ്ങൾ ആഡ് ചെയ്തിട്ട് LDCക്കുള്ള ടൈം ടേബിളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ദിവസം കൊടുക്കുന്ന ടൈം ടേബിളിൻ്റെ അത്രയും PDF എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് ഒരു ബുക്കിൽ നിന്ന് എടുത്ത് കൊടുക്കാൻ സാധിക്കുന്നില്ല. ഞാനത് ഗ്രൂപ്പിൽ പറഞ്ഞപ്പോൾ അവരൊക്കെ അത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നു കേട്ടോ. അതിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ പഴയ ടെക്സ്റ്റ് ബുക്ക് എൻ്റെ കയ്യിലുണ്ട്. പുതിയ ടെക്സ്റ്റ് ബുക്കിൻ്റെ 5, 7, 9 ക്ലാസ്സുകളിൻ്റെ പുതിയ റാങ്ക് ഫയലും എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ പഴയ ടെക്സ്റ്റ് ബുക്കിൻ്റെയും പുതിയ ടെക്സ്റ്റ് ബുക്കിൻ്റെയും PDF ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞങ്ങൾ ഗ്രൂപ്പിൽ പഠിക്കുന്നത് ഭരണഘടനയുടെ ഭാഗം തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കേരള ഭൂമിശാസ്ത്രം, പിന്നെ ബയോളജി, പിന്നെ പുതിയതും പഴയതുമായ SCERTയുടെ 1-2 ചാപ്റ്റേഴ്സ്, മാത്സ്, PSC ബുള്ളറ്റിനിലെ കറണ്ട് അഫെയർ, ഇത്രയാണ് ഞാൻ LGSകാർക്ക് ഒരു ദിവസമായിട്ട് പഠിക്കാൻ കൊടുക്കുന്നത്. പിന്നെ ഇതിൽ നിന്ന് എക്സ്ട്രാ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആക്ട്സിലെ കുറച്ച് ഭാഗങ്ങൾ, പിന്നെ കമ്പ്യൂട്ടർ, പിന്നെ ഇംഗ്ലീഷിൻ്റെ കുറച്ച് ഗ്രാമർ പാർട്ടുകൾ, ഇതാണ് ഞാൻ LDക്കാർക്കായിട്ട് ഫസ്റ്റ് ദിവസം പഠിക്കാൻ കൊടുത്തിരുന്നത് കേട്ടോ. അപ്പോൾ ഗ്രൂപ്പിലെ കുട്ടികൾ കുറച്ച് പേരൊക്കെ അവരത് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ ടൈം കിട്ടണില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ കുറച്ച് പേര് അവർ മുന്നേ ഇതേപോലെ അല്ല പഠിച്ചിരുന്നത്, അപ്പോൾ ഇതിലേക്ക് മാറ്റിയപ്പോൾ പഠനം ഈ രീതിയിലേക്ക് മാറ്റിയപ്പോൾ അവർക്കത് ഫോളോ ചെയ്ത് പോകാൻ എന്തോ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പലർക്കും പല അഭിപ്രായങ്ങളാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതിനെല്ലാത്തിനും കൂടി എനിക്കൊരു സൊല്യൂഷൻ കണ്ടെത്താനോ പറഞ്ഞു തരാനോ പറ്റിയിട്ടില്ല. അതിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. പിന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇടുന്ന എല്ലാ കമൻറ്റിനും എനിക്ക് പ്രോപ്പറായിട്ട് മറുപടി പറയാൻ പറ്റാറില്ല. അതിന് കാരണം സമയക്കുറവാണ് കേട്ടോ. ഇത്രയധികം മെസ്സേജുകൾക്കും കമൻറ്റുകൾക്കും മറുപടി പറയാനായിട്ട് ഒരുപാട് സമയം വേണം. എന്നെക്കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി ഞാൻ മറുപടി കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ളവരെടുത്ത് മറുപടി പറയാത്തത് സമയമില്ലാഞ്ഞിട്ടാണ് കേട്ടോ. പിന്നെ ഗ്രൂപ്പിൻ്റെ ഒപ്പം പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു പഠിക്കാനായിട്ടൊരു ഐഡിയ ഉണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്ക് എല്ലാവരുടെ ഐഡിയ ആയിട്ട് നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല കേട്ടോ. ഏതെങ്കിലും നമ്മളെക്കൊണ്ട് സാധിക്കുന്ന ഐഡിയ ഏതാണോ അതുമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അതാണ് ഏറ്റവും നല്ലത്.